ഹലോ ഗൈസ്, അപ്പം ഞാൻ ഇന്ന് ഒരു സ്പെഷ്യൽ എപ്പിസോഡായിട്ട് വന്നിരിക്കുന്നത്. കുറേ നാളായി ഒരു കുക്കിംഗ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്നെൻ്റെ സ്പെഷ്യൽ വീഡിയോ ആണ്, സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാങ്ങ കുഞ്ഞു അരിഞ്ഞ്, ഒരു ചട്ടി മാങ്ങ ഉണ്ട് കേട്ടോ, അതിന് കുഞ്ഞു അരിഞ്ഞതേ ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കുറച്ച് ഉലുവ എടുത്തിട്ടുണ്ട്, കടുക് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് പൊടികളും. ഓക്കെ, അപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് കായപ്പൊടി വേണമെങ്കിൽ മാത്രം വിനാഗിരി ചേർക്കാം. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട, നമ്മളെപ്പോഴും അടുക്കളയിൽ സൂക്ഷിക്കുന്ന നമ്മുടെ എള്ളെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിന്ന് ആവശ്യമായിട്ടുള്ളത്. ആദ്യമായിട്ട് ഞാൻ നമ്മുടെ മാങ്ങയ്ക്കുള്ളിലോട്ട് കുറച്ച് ഉപ്പിടാണ്. ആവശ്യത്തിന് മാങ്ങ ആയതുകൊണ്ട് കുറച്ച് അധികം ഉപ്പിട്ടാലും കുഴപ്പമില്ല. എന്നിട്ട് നന്നായിട്ട് തിരുകി മാങ്ങയിൽ യോജിപ്പിക്കുകയാണ്. നല്ലൊരു സ്മെല്ല് നമുക്ക് വരും. പച്ച മാങ്ങയുടെ നല്ലൊരു മണം നമുക്ക് കിട്ടും. അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. ഇത് എള്ളെണ്ണയാണ്, കുറച്ച് മാത്രമാണ് ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് അതേപോലെ തന്നെ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് കുറച്ച് വെള്ളം, ജസ്റ്റ് ഒന്ന് നനയാൻ വേണ്ടി മാത്രം ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് നമുക്ക് ആവി കയറ്റാം. അപ്പോൾ നമ്മളിതാ ചട്ടിയിൽ ജസ്റ്റ് ഇച്ചിരി വെള്ളം ഒഴിച്ച് എണ്ണ ഒഴിച്ച് ഉപ്പിട്ട് അടുപ്പത്തോട്ട് വയ്ക്കുകയാണ്. ജസ്റ്റ് ഒന്ന് വാടട്ടെ, ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മളിത് അടച്ചു വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ആവി കയറട്ടെ. അപ്പോൾ ഇതോടെ നമുക്ക് ഇപ്പറേ ഗ്യാസിൽ കുറച്ച് മസാല തയ്യാറാക്കാം. അപ്പോൾ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഫസ്റ്റിൽ നമ്മൾ ഉപയോഗിച്ച നല്ലെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ എന്ന് പറയുന്ന നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. ജസ്റ്റ് ചട്ടി ചൂടായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ആവശ്യാനുസരണം മാത്രം എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. ആദ്യം നമുക്ക് എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഉലുവ ഇടാം. നല്ലപോലെ ചൂടാവട്ടെ. ഉലുവ നല്ലപോലെ മൂക്കണം, ഒരു ബ്രൗൺ ഷെയ്ഡ് ആവണം. അപ്പോൾ ബ്രൗൺ ഷെയ്ഡ് ആവുന്നതിന് മുന്നേ നമുക്ക് 2 കടുകും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് നമുക്ക് വെള്ളമയമൊക്കെ ഒന്ന് പോയി ഉലുവ ഒന്ന് ഇതായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് 2 കടുകും കൂടി ഇട്ട് കൊടുക്കും. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ 2 പൊട്ടണം. കടുക് നല്ലപോലെ പൊട്ടി വരുന്നുണ്ട്. കടുക് ഉലുവയും നല്ലപോലെ പൊട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഓക്കെ, പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. കറവറ
കടുകുവറ കടുകുവറ കടുകുവറ. അപ്പോൾ നമുക്ക് ഈ തിളച്ച് വരുന്നതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ തണ്ട് ഇട്ടിട്ടുണ്ട്, ഇലയായിട്ട് ഇട്ടിട്ടുണ്ട്, തണ്ടോട് കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ കറിവേപ്പിലയും അതേപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ഉലുവയും കടുകും എല്ലാം നല്ല എണ്ണയ്ക്കകത്ത്, അതായത് നല്ലെണ്ണയ്ക്കകത്ത് മൂത്ത് ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ. ഇപ്പം ഞാൻ ഇതിനകത്ത് മുളക് പൊടി, പിന്നെ കുറച്ച് മാത്രം സ്വല്പം പദത്ത് മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ചും കൂടി ഒരു പിക്കിൾ പൗഡറും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, പിക്കിൾ പൗഡർ നിർബന്ധമില്ല, കുറച്ചും കൂടിയൊക്കെ ഒരു സ്മെല്ല് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പിക്കിൾ പൗഡറും കൂടി ഇടാം. ഒരു 3-4 സ്പൂൺ നമുക്ക് പിക്കിൾ പൗഡർ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് മാത്രം നമ്മുടെ കായപ്പൊടി നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ കിച്ചൺ ട്രഷേഴ്സിൻ്റെ പൊടികളാണ് ഇവിടെ ഇപ്പോൾ യൂസ് ചെയ്യണത്. ഓക്കെ, കായപ്പൊടി ആഡ് ചെയ്തു. അപ്പോൾ അത് ഏറെക്കുറെ നമുക്ക് ഒരു പൊരി പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ തൊട്ട് നമുക്കിത് പറഞ്ഞിരിക്കുന്ന മുളക് പൊടി, കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കാശ്മീരി ചില്ലിയാണ് കൂടുതലും എടുത്തേക്കുന്നത്, പിന്നെ പിക്കിൾ പൗഡർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളോട് നല്ലപോലെ ഇളക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് മൂക്കുന്നല്ലേ, ജസ്റ്റ് ഒന്ന് മൂത്താൽ മതി, ഒത്തിരി ഇട്ട് മൂപ്പിക്കണ്ട. ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇടും. ഇതിനകത്ത് ഇനി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു സ്പൂൺ വിനാഗർ ഒഴിക്കാം. അത് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് ഒഴിച്ചാൽ മതി. ഓക്കെ, എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ കരിയും. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മുടെ മാങ്ങ ചൂടുകൊണ്ട് നല്ലപോലെ ആയിട്ടുണ്ട്, ഒന്ന് ഇഴുകിയിട്ടുണ്ട്, ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വിനാഗിരി ഒഴിച്ച് നല്ലപോലെ കുഴാന്നാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് ഇപ്പോൾ ചട്ടിയിലോട്ട് മാറ്റാം. ഇനി ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഒരുപാട് തീ ഓഫ് ചെയ്തിട്ട് വേണം ഇളക്കാനായിട്ട്. ഇനി ആവശ്യത്തിന് കുറച്ചുകൂടി, നമ്മളിപ്പോൾ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്, ഇനി ആവശ്യത്തിന് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് ഇളക്കാം.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ സൂപ്പ് സ്പെഷ്യലായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരച്ചാറാണത്. എല്ലാ ഫുഡിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അച്ചാറാണ്. തൊട്ടുകൂട്ടാൻ ചാറിൻ്റെ ആവശ്യം വരത്തേയില്ല. നല്ല കുഴാന്നിരിക്കും. അപ്പം ഓക്കെ, അപ്പം ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നവരെയും ഞാനും കിവിയും സൈനിങ് ഔട്ട്. ബൈ ബൈ.